യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 21-ാം വാക്യം, കർത്താവെ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഈ വചനത്തിൽ എന്തിരിക്കുന്നുവെന്ന് നമുക്ക് തോന്നാം. കർത്താവെ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. നന്മയുടെയും അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും എഫിഷ്യൻ്റ് കോസ് അത് ദൈവം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ അനേകർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെ വേണമെന്ന് വെച്ചാൽ നാളെ തൊട്ട് ഞാൻ റെഡി, നാളെ തൊട്ട് റെഡി, ശരി ഇന്നലെ വരെയുള്ള എല്ലാം പോക്കോട്ടെ, നാളെ തൊട്ട് ഞാൻ റെഡി. പിന്നെ നമ്മൾ മനസ്സ് വെച്ച കാര്യം നടക്കത്തില്ലേ? ഇതിനകത്ത് പകുതി കാര്യമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പകുതി കാര്യമുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ ജീവിതത്തെ സ്വയം തിരുത്താമായിരുന്നെങ്കിൽ നമ്മളൊക്കെ എവിടെ ചെന്നേനെ? ഒരൊറ്റ നിമിഷം കൊണ്ട്, ഒരു ഡിസിഷൻ കൊണ്ട് ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഡിസിഷന് അതിൻ്റെ വിലയുണ്ട്, തീരുമാനത്തിന് അതിൻ്റെ സത്യമുണ്ട്, ശക്തിയുണ്ട്. ഇതൊന്നും റൂൾ ഔട്ട് ചെയ്യുന്നില്ല. പക്ഷേ അങ്ങയിലേക്ക് മടങ്ങി വരേണ്ടതിന് നമ്മളെ ആദ്യം ഒന്ന് തിരിക്കാൻ ദൈവം തന്നെ മനസ്സാകണം. അവിടെ ഈ ആദ്യ സ്നേഹം, ഈ വേരോട് ഈ ആദ്യ സ്നേഹമുണ്ടല്ലോ, ഈ പ്രൈമറി കോസ്, ഈ പരമകാരണം കർത്താവ് തന്നെയാണ് നമ്മുടെ എല്ലാ നന്മകളുടെയും പിന്നിൽ. അവിടെ നമുക്ക് വീരവാദങ്ങൾ അവസാനിപ്പിക്കാം. ഇന്ന് തൊട്ട് ഞാനിങ്ങനെ ചെയ്യും, എനിക്കിങ്ങനെ പറ്റും എന്നെല്ലാ വീരവാദങ്ങളും അവസാനിപ്പിച്ചിട്ട് നമുക്ക് പറയാം, കർത്താവേ, ഞങ്ങൾ അങ്ങയിലേക്ക് അങ്ങനെ തിരിക്കണമേ. ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങ് തന്നെ ഒന്ന് ആദ്യം തിരിച്ചു നിർത്തണം. കർത്താവിൽ ശരണപ്പെടുന്ന ഒരു മനുഷ്യനും അന്തിമമായി തകരുകയില്ല.